കേട്ടറ്റ് പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹിന്ദി ഭാരത് കി രാജഭാഷ കബ് ഘോഷിത് ഹുയി? ഹിന്ദി ഭാരതത്തിൻ്റെ രാജഭാഷയായി എപ്പോഴാണ് ഡിക്ലെയർ ചെയ്തത്? ഓപ്ഷൻ എ 1947, ബി 1949, സി 1950, ഡി 1956. ഏത് വർഷമാണ് ഡിക്ലെയർ ചെയ്തത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1949. രണ്ടാമത്തെ ചോദ്യം, ऑनलाइन कक्षा के लिए केरल सरकार के शिक्षा विभाग द्वारा संचालित डिजिटल कार्यक्रम का नाम है? ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന ഡിജിറ്റൽ കാര്യക്രമം ഏതാ? ഓപ്ഷൻ എ ഫസ്റ്റ് ബെൽ, ബി സ്കൂൾ വിക്കി, സി ഗൂഗിൾ മീറ്റ്, ഡി സ്കൂൾ ബ്ലോഗ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഫസ്റ്റ് ബെൽ. മൂന്നാമത്തെ ചോദ്യം, किस प्रकार की शिक्षा में छात्रों को दलों में विचार विनिमय करने का मौका मिलता है? ഏത് വിധത്തിലുള്ള ശിക്ഷയിലാണ് കുട്ടികൾക്ക് ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിക്കുന്നത്? ഓപ്ഷൻ എ അധ്യാപക കേന്ദ്രിത ശിക്ഷാമേം, ബി ഛാത്ര കേന്ദ്രിത ശിക്ഷാമേം, സി പത്രാചാർ ശിക്ഷാമേം, ഡി വൈയക്തിക ശിക്ഷാമേം. കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത് ഏത് വിധത്തിലുള്ളതാണ്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഛാത്ര കേന്ദ്രിത ശിക്ഷാമേം. നാലാമത്തെ ചോദ്യം, एक अध्यापिका छात्रों की किसी प्यारी वस्तु पर कहानी लिखने का मौका देती है. यहाँ किस प्रकार का लेखन कार्य चल रहा है? ഒരു അധ്യാപിക എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കാര്യത്തെ പറ്റിയിട്ട് കഥ എഴുതാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏത് പ്രകാരത്തിലുള്ള ലേഖൻ കാര്യം ആണ് അത്? ഓപ്ഷൻ എ ശ്രുതലേഖൻ, ബി ദ്രുതലേഖൻ, സി സഹലേഖൻ, ഡി ജൈവിക ലേഖൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ജൈവിക ലേഖൻ. അഞ്ചാമത്തെ ചോദ്യം, किस प्रकार के प्रश्नों में सबसे उचित विकल्प चुनकर लिखने को कहा जाता है? ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാൻ പറയുന്നത്? ഓപ്ഷൻ എ അതിലഘു उत्तर के प्रश्नों में, बी बहुविकल्प प्रश्नों में, सी निबंधात्मक प्रश्नों में, डी लघुत्तर वाले प्रश्नों में. ഏതാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ബഹുവികൽപ്പ് പ്രശ്നോമേം. ആറാമത്തെ ചോദ്യം, തത്പരതാ के साथ श्रवण कौशल बढ़ाने में उपयोगी है? തത്പരതാ के साथ ശ്രവൺ കൗശൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിയായിട്ടുള്ളത് ഏതാ? എ പുസ്തകാലയ, ബി വാചൻ കോന, സി സിനിമ പ്രദർശിനി, ഡി പോർട്ട്ഫോളിയോ. സി ആണ് കറക്റ്റ് ആൻസർ, സിനിമ പ്രദർശിനി. ആറാമത്തെ ചോദ്യം, अधिगम में छात्रों की रुचि बढ़ाने के लिए इनमें से क्या सबसे उपयोगी है? ലേണിങ്ങിൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന്, കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനാണ് ഓപ്ഷൻ എ അഭിപ്രേരണ, ബി ഗൃഹകാര്യ, സി വ്യാഖ്യാൻ, ഡി ശാരീരിക ദണ്ഡ്. മോട്ടിവേഷൻ, ഹോംവർക്ക്, ലെക്ചറിങ്, പണിഷ്മെൻറ്റ്, ഇതിലേതാ ഉപയോഗിക്കാം ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ? ഓപ്ഷൻ എ ആണ് ശരി, അഭിപ്രേരണ, മോട്ടിവേഷൻ. ഏഴാമത്തെ ചോദ്യം, ഉപചാരാത്മക ശിक्षण के संबंध में गलत कथन कौन सा है? റെമഡിയൽ ടീച്ചിങ്ങിന് സംബന്ധിച്ച് തെറ്റായ കഥൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ इससे बालक की किसी विषय से संबंधित कठिनाई का परीक्षण होता है, बी बालक की योग्यता या क्षमता का विकास किया जाता है, सी इससे बालक की कठिनाइयों या त्रुटियों को दूर किया जाता है, डी
बालकों को स्व अध्ययन के लिए प्रोत्साहित किया जाता है. ഓപ്ഷൻ ബിയും സിയും ഡിയും കറക്റ്റ് ആണല്ലേ. ബാലയ്ക്ക് യോഗ്യത യാ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പിന്നെ കഠിനായിയം അല്ലെങ്കിൽ ത്രുടിയം ദൂർ കിയാ ജാത്താ ഹെ. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, സെൽഫ് ലേണിങ്ങിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ എയിൽ എന്താ, ഇസ്സെ ബാലയ്ക്ക് കിസി വിഷയ സെ സംബന്ധിത് കഠിനായിക്ക പരീക്ഷൻ ആണോ, ടെസ്റ്റ് ചെയ്യാനാണോ? അല്ലല്ലോ. റെമഡിയൽ ടീച്ചിങ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ശിക്ഷനാണ് എന്ത്, ഉപചാരാത്മക ശിക്ഷൺ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിനെ സംബന്ധിച്ച് തെറ്റായ കാര്യം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസറായി വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഉപചാരാത്മക ശിक्षण के उद्देश्य क्या है? रेमेडियल टीचिंगिൻ്റെ उद्देश्य എന്താ? विषय के प्रति रुचि पैदा करना, छात्रों की त्रुटि का पता लगाना, छात्रों का पिछड़ापन दूर करना, छात्रों की प्रगति का ज्ञान प्राप्त करना. ഏതാ കറക്റ്റ് ആൻസർ? കുട്ടികളുടെ പിന്നോക്കാവസ്ഥ നീക്കം ചെയ്യുന്നതാണല്ലേ. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ, छात्रों का पिछड़ापन दूर करना. ഒമ്പതാമത്തെ ചോദ്യം, किस विधा के शिक्षण के वक्त मौन പഠൻ को ज़्यादा महत्व है? ഏത് ശിക്ഷണിലാണ് മൗൻ പഠൻ കൂടുതൽ മഹത്വം ഉള്ളത്? ഏകാംഗി, നാടക്, കവിത, നിബന്ധ്. ഏതാ കറക്റ്റ്? ऑप्शन सी ആണ് കറക്റ്റ്, കവിത. जिस विधि में पहले उदाहरण प्रस्तुत किए जाते हैं उसे क्या कहते हैं? ഏത് വിധിയിലാണ് ആദ്യം ഉദാഹരണം പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആഗമൻ വിധി, ബി നിഗമൻ വിധി, സി സമവായ വിധി, ഡി പ്രശ്നോത്തർ വിധി. ആഗമൻ വിധിയിലാണല്ലേ ആദ്യം ഉദാഹരണം പറഞ്ഞ് പിന്നെ നിയമത്തിലേക്ക് വരുന്നത്. അതേപോലെ നിഗമൻ വിധി എന്താ? ആദ്യം നിയമം പറഞ്ഞതിന് ശേഷം പിന്നെ ഉദാഹരണങ്ങൾ. ആഗമൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉദാഹരണമാണ് പറയുന്നത്. നിഗമൻ എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ നിയമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഉദാഹരണത്തിലേക്ക് വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.